Hello everyone, welcome to Xylem. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 29-ാം തീയതി നടന്ന നമ്മുടെ JEE മെയിൻ എക്സാമിന്റെ ഫേസ് 1ന്റെ ഷിഫ്റ്റ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്. If in a GP of 64 terms the sum of all the terms is 7 times the sum of the odd terms of the GP, then the common ratio of the GP is equal to എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിലെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ സെക്ഷനാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാം GP ഓഫ് 64 ടേംസ്. അപ്പോൾ ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്? 64 ടേംസ് ആണ് നമ്മുടെ GPയിൽ ഉള്ളത്. ദെൻ സം ഓഫ് ഓൾ ദ ടേംസ്. അപ്പോൾ 64 ടേംസിന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തെന്നാ പറയുന്നത്? 7 ടൈംസ് ദ സം ഓഫ് ഓൾ ടേം ഓഫ് ദ GP. അതായത് ആ GPയിലെ ഓൾ ടേംസിന്റെ സം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ GPയുടെ ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം A1, സെക്കൻഡ് ടൈം A2, then A3, A4, etc. A64 വരെയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സം ആണ് എഴുതാൻ പോകുന്നത്. A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് എത്ര ടൈംസ് ഉണ്ട്? A64 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്? 7 ടൈംസ് ഓഫ് ഈ GPയിലെ ഓഡ് ടേംസിന്റെ എല്ലാം സമ്മ്. അപ്പോൾ ഓഡ് ടേംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും വരുന്നത്? A1 പ്ലസ് A3 പ്ലസ് A5 പ്ലസ് എക്സെട്ര A7 പ്ലസ് അങ്ങനെ വന്ന് എവിടെ വരെ വരും? A64 ടേംസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ തൊട്ട് മുന്നത്തെ A63 വരെ ആയിരിക്കും നമുക്ക് വരുന്നത്. അതല്ലേ? ഇത്രയാണ് ഓഡ് ടേമുകളുടെ സം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, A1, A2, A3 പ്ലസ് എക്സെട്ര പ്ലസ് A64 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓഡ് ടേമിന്റെ ഈവൻ ടേമിന്റെ സമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പോൾ നോക്കിയേ, A1 പ്ലസ് A3 പ്ലസ് A5 പ്ലസ് എക്സെട്ര പ്ലസ് A63 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? ദെൻ ഈവൻ ടേമുകളുടെ സം എഴുതുന്നു. A2 പ്ലസ് A4 പ്ലസ് A6 പ്ലസ് എക്സെട്ര പ്ലസ് A64 അല്ലെ? A64 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ടൈംസ് എന്താണ്? A1, A3, A5 പ്ലസ് എക്സെട്ര A63. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് അതുപോലെ തന്നെ നമുക്ക് എഴുതാം. A1, A3, A5 പ്ലസ് എക്സെട്ര A63 വരെ എഴുതുന്നു. ദെൻ ഇവിടെ ഞാനൊരു കാര്യം ചെയ്യുന്നു. A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം ആണ്. സെക്കൻഡ് ടൈം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടൈം ഇൻറ്റു കോമൺ റേഷ്യോ അല്ലെ? ഫസ്റ്റ് ടൈം ഇൻറ്റു കോമൺ റേഷ്യോ എന്ന് പറയുമ്പോൾ A1 ഇൻറ്റു 6. ദെൻ A4 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? A4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ടൈം ഇൻറ്റു കോമൺ റേഷ്യോ അല്ലെ? അപ്പം A3 ഇൻറ്റു 6 അല്ലേ? ക്ലിയർ ആണല്ലോ മക്കളെ? ദെൻ അങ്ങനെ എക്സെട്ര വന്ന് A64 എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വരാം? A63 ഇൻറ്റു കോമൺ റേഷ്യോ 6. ക്ലിയർ ആണല്ലോ? ദെൻ ഇത് അതേപോലെ തന്നെ നമ്മൾ എഴുതുന്നു. A1 പ്ലസ് A3 പ്ലസ് എക്സെട്ര A63 വരെ എഴുതുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി എന്താ ഈ ഓഡ് ടേംസിന് സം, അതായത് A1 പ്ലസ് A2 പ്ലസ് A3 എക്സെട്ര പ്ലസ് A64 വരെയുള്ള ടേംസിന് ഞാൻ എന്തെന്ന് കൊടുക്കുന്നു? എസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, സം. ഓക്കെ, A1 പ്ലസ് A3 പ്ലസ് A5 പ്ലസ് എക്സെട്ര പ്ലസ് A63 ഞാൻ എന്തെന്ന് കൊടുക്കുന്നു? എസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ടേംസിന് നമുക്ക് എന്ത് കൊടുക്കാം? എസ് എന്ന് കൊടുക്കാം. അപ്പം എസ് പ്ലസ് ദെൻ നെക്സ്റ്റ് എന്ത് വരും? നെക്സ്റ്റ് നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം കോമൺ റേഷ്യോ 6 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലെ? 6 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്തുണ്ട്? A1 പ്ലസ് A3 പ്ലസ് എക്സെട്ര A63 വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ഇൻറ്റു എസ് എന്ന് എഴുതാമല്ലോ. ദെൻ ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 7 ഇൻറ്റു എസ് എന്ന് വരും. നോക്കിക്കേ, ഇനി ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എസിനെ പുറത്തെടുക്കാമല്ലോ. അപ്പം നെക്സ്റ്റ് എന്ത് വരും? എസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എസ് ഇൻറ്റു 1 പ്ലസ് 6 ഈക്വൽ ടു 7 എസ് എന്ന് വരും. എസ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 പ്ലസ് 6 ഈക്വൽ ടു എന്തെന്ന് വരും? 7 എന്ന് വരും. ഇതിൽ നിന്ന് 6 നമുക്ക് എത്ര കിട്ടും? 7 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പം നമ്മുടെ കോമൺ റേഷ്യോ എത്ര കിട്ടി? 6 എന്ന് കിട്ടി.